എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞാൽ ശോഭ സിറ്റിയുടെ അവിടെയാണ്. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയാവാറായി. നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഒരു ഫിറ്റ്നസ് ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് ദീപക്കേട്ടൻ എന്ന് പറയുന്ന ആളാണ് അവിടെ ഇപ്പോൾ ചെറിയൊരു ബ്രേക്കിൻ്റെ ടൈമാണ്. അപ്പോൾ ദീപക്കേട്ടൻ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദീപക്കേട്ടൻ്റെ അടുത്ത് ചോദിച്ചൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൂടുതലൊന്നും അറിയില്ല. അപ്പോൾ ദീപക്കേട്ടൻ ഡയറക്റ്റ് ചോദിക്കാം. ദീപക്കേട്ട എന്താ ക്ഷീണിച്ചോ? ക്ഷീണമൊന്നുമില്ല, നല്ല എനർജി നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് നല്ലൊരു എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ ഈ ട്രെയിനിങ്, എന്താ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മുടെ പ്രേക്ഷകർ?
ഇതിപ്പോൾ എല്ലാവർക്കുള്ള സംശയമാണ്. ഇപ്പോൾ അധികം പേരിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും അറിയാം. എൻഡ്യൂറൻസിൻ്റെ ക്ലബ് ഞങ്ങൾക്ക് കണ്ടമാനം ക്ലയൻസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അത് നന്നായിട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ കോവിഡിൻ്റെ ടൈമിലാണ് ഞങ്ങൾ ഇതൊരു ഡിഫറെൻറ്റ്, അതായത് നമ്മൾ ജിമ്മിലൊക്കെ പോകണം, അതിന് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. നമുക്ക് ഫീൽ ചെയ്യാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതായത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് വർക്കൗട്ട് പാറ്റേൺ ഇഷ്ടപ്പെടും. ഇപ്പോൾ ലേഡീസ് വേണം, ഞങ്ങൾക്ക് സുംബ ഇഷ്ടം. ചിലവർ പറയും ഞങ്ങൾക്ക് ഡാൻസ് ഒന്നും വഴങ്ങില്ല, ഞങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് ഇഷ്ടം. ചിലർ എനിക്ക് പീസ്ഫുൾ ആവണം, കുറച്ച് കോർഡിനേഷൻ വേണം, ഫ്ലെക്സിബിലിറ്റി വേണം, സോ യോഗ മതി. അങ്ങനെ മാർഷ്യൽ ആർട്സിൽ പോകുന്ന ആൾക്കാരാണ്. സോ ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിനെ എല്ലാത്തിനും എല്ലാ ടൈപ്പ് ഓഫ് വർക്കൗട്ടിൽ നിന്നും കുറച്ച് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന വർക്കൗട്ട്സിൻ്റെ കുറച്ച് സ്കിൽസ് ഇങ്ങനെ എടുത്തിട്ട് ഞങ്ങളതെല്ലാം കൂടിയിട്ട് ഒരു കുപ്പിയിലേക്ക് ആക്കി റെഡിയാക്കി വെച്ചേക്കാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് സാധാരണ രീതിയിൽ പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ്ട്രീമായിട്ട് ചെയ്യുന്ന ലൈക്ക് അത്ലീറ്റ്സ് ഇതിനുള്ളിലുണ്ട്, അത്ലീറ്റ്സ് ഉണ്ട്, നോർമലായിട്ടുള്ള വീട്ടമ്മമാരുണ്ട്, കുട്ടികളുണ്ട്, ഏജ് ഒരു വിഷയമില്ല. ബിസിനസ് എല്ലാവരും ഉണ്ട്, വർക്കിംഗ് ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ മറ്റൊരു രീതിയിൽ ബിസിനസ് ചെയ്യുന്നതാണ്. സോ എൻ്റെ പാഷനാണത്, എൻ്റെ പാഷൻ്റെ പുറത്ത് ചെയ്യുന്നത്. സോ ഓരോരുത്തരും ഫിറ്റ്നസ്സിനെ കാണുന്നത് പല രീതിയിലാണ്. അപ്പോൾ അവർക്ക് മെയിൻലി വരുന്ന വ്യത്യാസങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്നിപ്പോൾ PCOD പോലെ ലേഡീസിനെ സംബന്ധിച്ച് PCOD, തൈറോയിഡ്, കൊളസ്ട്രോൾ, ഷുഗർ ലെവൽ, ഇത്തരം സംഭവങ്ങളൊക്കെ പെട്ടെന്ന് മാറും. ബിക്കോസ് എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് 1.5 മണിക്കൂറാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. ഒരു മിനിറ്റ് പ്രജീത് ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ. 1.5 മണിക്കൂറാണ് ഇവരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ സ്ലോ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ലൈക്ക് മാരത്തോൺ എന്ന് പറയുമ്പോൾ ഒരു 3 കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് സ്ലോ റൺ ആയിരിക്കും, ഒരിക്കലും ഹൈ ഇൻറ്റൻസിറ്റിയിൽ സ്പീഡായിട്ടായിരിക്കില്ല. സോ നമുക്ക് ആ ഉദ്ദേശത്തോടെ കൂടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ ഞാൻ പറയാം, ജസ്റ്റ് കൈ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാലിങ്ങനെ ലിഫ്റ്റ് ചെയ്യാം. ഇതൊക്കെ ഒരു 10 പ്രാവശ്യം എത്ര വീക്കായിട്ടുള്ള ആൾക്കാർക്കും ചെയ്യാം. അതിൻ്റെ റെപ്യൂട്ടേഷൻ കൂട്ടിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ 10 എണ്ണം. ഇപ്പോൾ സാധനം ചോദിച്ചു കഴിഞ്ഞാൽ സാധനം 10 എണ്ണം ചെയ്യാം, 20 എണ്ണം ചെയ്യാം, 30 എണ്ണം വേണമെങ്കിൽ നിൽക്കാം. 40, 50 എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി ചെയ്യലായിരിക്കും. അവിടെ ഞാൻ എനിക്ക് വേണ്ടി പറയുന്ന ഒരു 40 കൂടെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. 50 എന്ന് പറയുമ്പോൾ നിർത്താൻ പാടില്ല, അഗെയിൻ യോഗയാണ്. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈല്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇൻറ്റൻസിറ്റി ലെവല് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതിനുള്ളിൽ ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് ഗ്രൂപ്പുള്ള ആൾക്കാർക്ക് ഗ്രൂപ്പല്ല ഇവിടെ വിഷയം, മൈൻഡാണ്. ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ടീമാണ്, ഒരാളല്ല. ഇപ്പോൾ ഞങ്ങൾ അവിടെ ചേർപ്പിൽ ഞാൻ അങ്ങനെ സ്ഥാപനം തുടങ്ങിയപ്പോഴും അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ആ കുട്ടികളാണ് നമ്മുടെ കൂടെ നിന്നത്. അവരിപ്പോൾ ഇങ്ങനെ സ്ഥാപനം അവിടുത്തെ പിള്ളേരിനെ കുറേ പേര് വന്നു. അതായത് ഞങ്ങളിതൊരു മോട്ടിവേഷൻ ടീം വർക്കാണ്. ഒരു ക്ലാസ്സിൽ നിൽക്കുന്ന ഇന്നത്തെ സീനിയറായിട്ട് നിൽക്കുന്ന ആൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ കറക്റ്റ് ചെയ്യിക്കുന്നുണ്ട്. സോ അതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്, അവർ കറക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തിരിയുന്ന പോലെ തന്നെ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. സോ ഇതൊരു ടീം വർക്കാണ്. അപ്പോൾ മോട്ടിവേഷൻ, എല്ലാവരെയും പ്രശ്നം മോട്ടിവേഷൻ്റെ കുറവാണ്. അപ്പം ഇന്ന് വന്നു കഴിഞ്ഞ് ഇത്രയും ഫ്രണ്ട്സിനെ കാണാം, ഇവിടെ വരാം, ഒരു എനർജി ലെവലുണ്ട്. നമ്മൾ എൻഡ് ഓഫ് ദ വർക്കൗട്ട് സെക്ഷൻ അവർക്ക് സ്വെറ്റ് ആവുന്നുണ്ട്, അവർ മാക്സിമം ഹൈ ഇൻറ്റൻസിറ്റി ചെയ്യുന്ന രീതിയിൽ അവർ സ്വെറ്റ് ആവുന്നുണ്ട്, അവരെ കാലറി ബേൺ ആവുന്നുണ്ട്, അവർക്കുള്ളിൽ സമാധാനമാണ്. Nine, 8, 7, 6, 5, 4, 3, 2, 1, and relax. And do the same with the opposite hand. Slowly stretch. Bend down. Go 10, 9, 8, 7, 6, 5, 4, 3, 2. ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് കട്ട് ചെയ്യുക, ഫുഡ് കട്ട് ചെയ്യുക. അതിനുശേഷം 2 ദിവസമോ 3 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസം 2 മാസമോ ഭയങ്കരമായിട്ട് ശ്രമിച്ചു നോക്കും, അവർ വെയിറ്റ് ലോസ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ അവർക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ പ്രോബ്ലം വരുന്നത് ഇത് നമുക്ക് ജീവിതകാലം കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഡയറ്റൊന്നുമല്ല, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല.
നമ്മൾ നോർമൽ ആളുകളാണ് എന്ന് ചിന്തിച്ചിട്ടും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡുകളെ അതിൻ്റെ കോമ്പോസിഷൻസ് മാറ്റിക്കൊണ്ട് അവർക്ക് വയറെന്നറിയാവുന്ന രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള അനുവാദം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഭക്ഷണത്തിന് ഒരിക്കലും ഒരു എന്താ പറയുക റിസ്ട്രിക്ഷൻ വരുന്നില്ല. ഒരിക്കലും റെസ്ട്രിക്ട് ചെയ്യുന്നില്ല നമ്മൾ. കാരണം ഇവരൊക്കെ വെയിറ്റ് കൂടാനും ഇത് ഇങ്ങനെ ഓവർ സൈസ്ഡ് ആവാനും കാരണം അവർ ഈറ്റിംഗ് പാറ്റേൺ ആണ് എപ്പോഴും. അപ്പോൾ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ശരീരത്തിന് എത്രത്തോളം ആവശ്യമുണ്ട് എത്രത്തോളം ആവശ്യമില്ലാത്തതുണ്ട് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ശരിക്കും എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്. ആ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ കഴിക്കണം, ഏതൊക്കെ നല്ലതായിരിക്കും, നിങ്ങൾക്ക് ഏതൊക്കെയാണ് കൂടുതൽ ഫാറ്റ് ബേണിങ്ങിന് ഉപകാരപ്പെടുക, ഏതൊക്കെയാണ് നിങ്ങൾ ഫാറ്റി ആക്കുന്ന ഫുഡ് ഏതൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്. അതിനുശേഷം അവരത് ലൈഫ് സ്റ്റൈലായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റുമ്പോൾ ആർക്കും ഈസിലി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ എപ്പോഴും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം സാധാരണക്കാരാണ്, മിഡിൽ ക്ലാസ് ഫാമിലീസ് ഉണ്ടാവും. അപ്പോൾ അവർക്കിത് മറ്റുള്ള സെലിബ്രിറ്റീസ് ചെയ്യുന്ന പോലത്തെ ഒരു ആക്ഷൻ പാറ്റേണിലേക്ക് വരാൻ പറ്റില്ല. ഈവൻ പറയാം പ്രോട്ടീൻ പൗഡേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ മറ്റെന്തെങ്കിലും ഇപ്പോൾ മറ്റു ജിമ്മുകളിലൊക്കെ ഉണ്ടാവുന്ന അതൊന്നും തെറ്റായിട്ടോ ശരിയായിട്ടോ നമ്മളതൊന്നും പറയുന്നില്ല. നമുക്ക് അതല്ലാതെ തന്നെ പിടിക്കാനുള്ളൊരു മാർഗ്ഗമാണ്. അതായത് നോർമൽ ഫുഡ്, നമ്മുടെ കേരള ഫുഡാണ്. കേരള ഫുഡിൽ നിന്ന് എങ്ങനെ ഇതിനെ എടുക്കാം, നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ എങ്ങനെ എടുക്കാം, എങ്ങനെ കാപ്സിനെ കട്ട് ചെയ്യാം, ഇങ്ങനെയുള്ള ഐഡിയാസ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിങ്ങനെ നമ്മളുടെ ഗ്രൂപ്പിൽ വരുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന എല്ലാവരും നമുക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളുണ്ട്. ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും ഇതുപോലെയാണ് കഴിക്കേണ്ടത്. എന്നിട്ട് ഈവൻ ഞങ്ങൾക്ക് ഡയറ്റിൻ്റെ ഞങ്ങൾ ഇന്ന് കഴിച്ച ഫുഡ് ഇതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ കോമ്പോസിഷൻ അയച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് വന്നിട്ട് നമുക്ക് ഇനി ഇത്രയും കൂടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. എത്ര കഴിക്കണം, ഇന്നിപ്പോൾ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യണം, ഞാൻ ഇന്ന് കാലത്തൊട്ട് വൈകുന്നേരം വരെ എത്ര കാലറി കഴിച്ചിട്ടുണ്ട്, അതെങ്ങനെയാണ്, അപ്പോൾ ആ ഒരു ലെവലിൽ കുറവ് വരുത്തിക്കൊണ്ട് ആ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുക. ആ പാർട്ടിയിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫുഡ് നമുക്ക് കഴിക്കാം. ഈവൻ നമുക്ക് നോർമൽ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് നമ്മളെ സംബന്ധിച്ച് ഒരു 3 തവി ചോറും പിന്നെ കറികളും കൂട്ടി കഴിക്കുന്ന ഒരു ടൈപ്പ് ആൾക്കാരാണ് നമ്മൾ. ആ 3 തവി ചോറും കാപ്സാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ മെയിൻ പ്രശ്നം. അതിൽ നിന്ന് ചേഞ്ച് വരുത്താം. എങ്ങനെ ചേഞ്ച് വരുത്താം? അപ്പോൾ ഒറ്റ തവി ചോറാക്കി ഞാൻ അത്രേ കഴിക്കുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് എല്ലാവരും കൊണ്ടുവരിക. അപ്പോൾ അവരെ വിശപ്പ് മാറില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യാം? അങ്ങനെയുള്ള പാറ്റേണുകളൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ആവശ്യമില്ല. അതല്ലാത്ത നോർമൽ മാർഗ്ഗങ്ങൾ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഞങ്ങൾ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഡയറ്റ് പ്ലാൻ എന്നുള്ള രീതിയിലാണ് ഇത്. നമുക്ക് സത്യം പറഞ്ഞാൽ സ്കൂളുകളിലൊരു ഭാഗമാക്കാനും ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ ഒരു അറിവില്ലായ്മ, ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്ന ക്ലയൻസിൻ്റെ ആ അറിവില്ലായ്മയാണ് എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ കൂടുതൽ ഇത് തോന്നുന്നത്. ഇതാണ് ബേസ്. ഈ ബേസിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഹെൽത്ത് ചെയ്യും, നമ്മുടെ അടുത്ത ജനറേഷൻ ഹെൽത്ത് ചെയ്യും. അങ്ങനെയാണ്. ഇപ്പോൾ മെയിൻലി ലൈഫ് സ്റ്റൈൽ ഒരു ഡിസോർഡറാണ് PCOD. PCOD ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചേഞ്ച് വരുന്നുണ്ട്. അവരുടെ ഫുഡ് പാറ്റേൺ മാറ്റുന്നുണ്ട്. അവരുടെ ജീവിതശൈലി, അവർ സ്ട്രെസ് ഫ്രീ ആണ്. സ്ട്രെസ് ഫ്രീ ആക്കി കൊടുക്കുകയാണ്. അതായത് ഈ ഗ്രൂപ്പിൽ വരുമ്പോൾ എല്ലാവരും അവരുടെ ആ ഒരു ചെറുപ്പകാലം, അവരുടെ ലൈഫ് അവർ ആസ്വദിച്ച് പോകണം. ആ കുറച്ച് നേരം ഈ ഒരു 1.5 മണിക്കൂർ ഡെയിലി അവർ ആസ്വദിച്ച് പോകും. പിന്നെ വരുന്ന സ്ട്രെസ്സൊക്കെ അങ്ങോട്ട് മാറിപ്പോകും. ഈ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് അതൊക്കെ അങ്ങോട്ട് മാറിപ്പോകും. അതോടൊപ്പം അവരെ ഫുഡിൻ്റെ പാറ്റേൺ മാറുന്നതോട് കൂടി അവർക്ക് വയറെന്ന് അറിയുന്നുണ്ട്, ഫീൽ ഉണ്ട്, ക്രേവിങ് ഇല്ല. ഫസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്രേവിങ് വരുമ്പോൾ നമ്മുടെ കൺട്രോൾ പറ്റും. ക്രേവിങ് അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക എന്നുള്ളത് കൂടിയുള്ള ഒരു ഭാഗമാണ് ഞങ്ങൾ ചെയ്യുന്നത്. സോ വാട്ടർ ഇൻടേക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം അതൊക്കെ ചെയ്യുന്നത്. അത് അപ്പോൾ ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ട്, അതിനുള്ള കലോറീസും കാര്യങ്ങളൊക്കെ കാലറി കുറഞ്ഞ ഫുഡുകളാണ് നമ്മൾ അത് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. കാരണം നമ്മൾ കഴിക്കുമ്പോൾ കാർബോയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ പ്രോട്ടീൻ വേണം, കുറച്ച് ഫൈബർ വേണം, കുറച്ച് നമുക്ക് റൺ ചെയ്യാനുള്ള ഫാറ്റും ഒക്കെ ഇന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫുഡ് ഹാബിറ്റിലാണ് നമ്മൾ ചേഞ്ച് കൊണ്ടുവരുന്നത്. അതും എങ്ങനെ ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള നോർമലി നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഫുഡ്സ് വെച്ചിട്ട് വെജിറ്റബിൾസ് വെച്ചിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് അവർക്ക് ഒരിക്കലും പോർഷൻ കട്ട് ചെയ്യുന്നില്ല, പോർഷനിൽ ഡിഫറൻസ് വരുത്തി അവർ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യണം. കാരണം ഇതൊരു കൺട്രോളിൽ 4 ദിവസം കൊണ്ടുപോകാൻ 5 ദിവസം കൊണ്ടുപോകാൻ ഈസിലി ആയിരിക്കും പറ്റും. പക്ഷേ ഇതൊരു 90 ഡേയ്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ് അവരെ സ്വയം ബോധ്യപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൂടെ ഗ്രൂപ്പായിട്ടാണ് ഈ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മോണിറ്റർ ചെയ്തിട്ട് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്? ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഈ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എനർജി ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും പല പാറ്റേണിൽ പല ടൈമിങ്ങുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ഇവരെ നമ്മൾ ഓരോരുത്തർ ഇൻഡിവിജ്വലി കാണുന്നു, ഇവരെ
ഇവരുടെ ഓരോ സ്റ്റെപ്സ് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഒരു ട്രാക്കിലേക്ക് വരുന്ന സമയത്ത് കിട്ടുന്ന ഇവർക്ക് ഇൻറ്റേർണലി ഉണ്ടാകുന്ന മോട്ടിവേഷൻ വളരെ വലുതാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇവരറിയാതെ തന്നെ ഇവരുടെ ഓരോ ലെവൽസ് ലെവൽ ഗെയിംസിൽ ലെവൽ 1 ലെവൽ 2 ചേഞ്ച് ചെയ്യണ പോലെ ഓരോ ലെവൽസ് ചേഞ്ച് ചെയ്ത് ക്ലിയർ ചെയ്ത് ഒരു നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു അത്ലറ്റായിട്ടും ആ സ്റ്റൈലിലേക്ക് മാറുകയാണ് ഇവരെല്ലാവരും. അപ്പോൾ അതാണ് ഇവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇവരറിയുന്നില്ല ഇവരെവിടേക്ക് എത്തിക്കഴിഞ്ഞു. കുറേ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എത്തി കഴിഞ്ഞു, ലെവൽ ക്ലിയർ ചെയ്തു. ഞങ്ങൾ ചേർത്ത് എല്ലാ ഞായറാഴ്ചകളിലും ഒരു ടൈമിൽ എല്ലാ ഞായറാഴ്ചകളിലും അവിടെയുള്ള ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും കൂടിയിട്ട് ഏജ് വിഷയമില്ലായിരുന്നു. ഏജ് 50+ ഉള്ള ആൾക്കാർ കൂടെ ഞങ്ങൾ അവിടെ നിന്നൊരു ഓൾമോസ്റ്റ് 15 കിലോമീറ്റർ ഉണ്ട് 15. സോ അത്രയും തൃശ്ശൂർ റൗണ്ടിലേക്ക് ഞങ്ങൾ അവരെ കൊണ്ട് പതുക്കെ ജോഗ് അയച്ച് ഒരു കൂട്ടായിട്ടൊരു ഇതുപോലെ കൊണ്ടുവരും. അവരപ്പോഴാണ് ഞെട്ടുന്നത്, ഇത്രയും കവർ ചെയ്തോ. അത് കേൾക്കുമ്പോൾ ആളുകൾ ഞെട്ടുന്നു എന്ന് പറയുന്നതിന്റെ കാരണം ഇത് ഡെയിലി ആണ് ഇത് വർക്കൗട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരറിയുന്നില്ല. കാരണം അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഈ 40+, 45+ ആയിട്ടുള്ള ലേഡീസ് വരെ ഓടിയെത്താണ്. അത് നമ്മൾ വിചാരിക്കുന്ന ചില ആൾക്കാരെ കവർ ചെയ്തിട്ട് അവരായിരിക്കും കൂടുതൽ സ്റ്റാമിന എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ കവർ ചെയ്തിട്ട് ഓടിയെത്തുകയാണ്. അത് നമുക്ക് കിട്ടുന്ന ഇൻസ്പിറേഷൻ, അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ ഭയങ്കര വലുതാണ്. അപ്പോൾ ഒന്നും അല്ലാത്തവർ വരെ ചാടി ഇറങ്ങാൻ തയ്യാറാവുന്നുണ്ട് ഈ പാറ്റേൺ കണ്ടിട്ടൊക്കെ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1 and relax and slowly up. ഹായ്, എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാനിവിടെ എൻഡ്യൂറൻസ് ടീമായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടൊരു 3 മാസം ആവുന്നുള്ളൂ. ഞാൻ മെയിനായിട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫുണ്ട്, പുള്ളിക്കാരി ഒന്നും വന്നിട്ടില്ല. അവൾക്ക് വേണ്ടിയിട്ടാണ്. അവൾക്ക് എന്താണെന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ വെയിറ്റ് കൂടിയതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡിസ്കിന് കംപ്ലയിൻറ്റ് കാര്യങ്ങൾ വന്നു തുടങ്ങി. ചെറിയ തേയ്മാനം കാര്യങ്ങൾ വന്നിട്ട് ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ നമ്മൾ 3 മാസം കഷ്ടി ഒരു 4 മാസം മുന്നേ നമ്മൾ ഡോക്ടറെ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, വെയിറ്റ് ഭയങ്കരമായിട്ട് കുറയുക, അത് തന്നെയാണ് മെയിനായിട്ട് വേണ്ടത്. പുള്ളിക്കാരിക്ക് ഓൾമോസ്റ്റ് ഒരു 25 kg കുറയ്ക്കണമായിരുന്നു. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അജീഷ്. അപ്പോൾ അവൻ പറഞ്ഞു, ഇങ്ങനെ സജസ്റ്റ് ചെയ്തു നമുക്ക് ഇവിടെ വരാം. കാരണം ഞാൻ ഇതിനു മുന്നും 3-4 സ്ഥലങ്ങളിൽ ജിമ്മിന് പോയി ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്നാണ് നമുക്കൊരു ബുദ്ധിമുട്ട്, നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ തുടക്കത്തിൽ ആവേശത്തിൽ പോവും, കുറച്ച് നാൾ ചെയ്യും, അത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ ആയി തുടങ്ങും. അപ്പോൾ അവൾ വന്ന് ഞങ്ങൾ 2 പേരും ജോയിൻ ചെയ്തു. അപ്പോൾ കഷ്ടി ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കണ്ടു തുടങ്ങി. ദീപേട്ടനും അതാ പറഞ്ഞിരുന്നത്, നിങ്ങൾ ആദ്യത്തെ ഒരു മാസം കണ്ടിന്യൂ ചെയ്ത് ഇവിടെ വരികയാണെങ്കിൽ നമ്മൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പോകും. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്ത് കാര്യത്തിനും ഒരു റിസൾട്ട് കാണുമ്പോഴാണ് നമുക്കത് എന്താ പറയുക കൂടുതൽ എഫേർട്ട് ഇടാനുള്ളൊരു ഇത് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുള്ളൂ. അത് ശരിക്കും വിസിബിളായിരുന്നു. കാരണം അവൾ സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് നിന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒരു 6 കിലോ കുറഞ്ഞു. അത് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം പട്ടിണി കിടന്ന് കുറയ്ക്കുക എന്നുള്ള രീതിയിലല്ല. ഇപ്പോൾ ഡോക്ടറും പറഞ്ഞിരുന്നതായിരുന്നു, നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കരുത്. കാരണം അങ്ങനെ കുറയ്ക്കുമ്പോഴത്തൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ കൊണ്ടുനടക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ നമ്മൾ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയും നാൾ കൊണ്ട് നടക്കുന്നോ അത്രയും നാൾ നമുക്ക് ഫിറ്റായി നിൽക്കാൻ പറ്റും. ഇതേ രീതിയിൽ വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ 3 മാസം കൊണ്ട് വൈഫ് ഒരു 12 കിലോ കുറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ ആ ഉണ്ടായിരുന്ന ബോഡി പെയിൻ ബാക്ക് പെയിൻ കാര്യങ്ങൾ കംപ്ലീറ്റ് മാറി. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാനിത് അറിഞ്ഞത്, എൻഡ്യൂറൻസ് എന്നുള്ളൊരു സംഭവം ചേർപ്പിലുണ്ടെന്നുള്ളത്. ഇതിനു മുമ്പ് വേറെ ജിമ്മിലൊക്കെ പോകാറുണ്ടായിരുന്നു. ഇപ്പം മെയിനായിട്ട് ഇതിലേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി കുറച്ച് ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഒരു എനർജിയുടെ കാര്യത്തിൽ കുറച്ച് കുറവായിരുന്നു. എൻ്റെ വൈഫ് മൂത്തോളാണ് മായാഞ്ജലി കൃഷ്ണാഞ്ജലി. അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ വൈഫിന് ഒരു ഡയബറ്റിക്കായി ഒരു 35 വയസ്സാകുമ്പോൾ 450 അബവ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഡോക്ടറെ അടുത്തൊക്കെ പോയി നോക്കി കഴിഞ്ഞപ്പോഴും ഒരു 300 ബിലോ അത് പോകുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഒരു 2 മാസം കഴിയും ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട്. അതിന് ശേഷം ആ 2 മാസത്തിനുള്ളിൽ ഷുഗർ ലെവൽ 140 എത്തി. അപ്പോൾ വളരെയധികം പ്രോഗ്രസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വെയിറ്റ് മൊത്തം മാറിപ്പോയി എന്നുള്ളതാണ്. വെയിറ്റ് മൊത്തം കുറഞ്ഞു, ഒരു 4-5 കിലോളം കുറഞ്ഞു. എൻ്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ 85-ന്ന് 75-ലേക്ക് എത്തി 2 മാസം കൊണ്ട് ഞാൻ എടുത്താണ്. അപ്പോൾ ഇവർ നല്ല രീതിയിൽ ട്രെയിനിങ് തരുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഡയറ്റ് കൺട്രോളാണ് മെയിനായിട്ട് ഇവരെനിക്ക് പറഞ്ഞത്. അപ്പോൾ അതിലൂടെയാണ് എനിക്ക് സക്സസ് വന്നത്. ഇപ്പോൾ എൻ്റെ 2 കുട്ടികളും അവരെ വെയിറ്റൊക്കെ നല്ലോണം കുറഞ്ഞു, നല്ലോണം ഒതുങ്ങി. അപ്പോൾ അവർ എനർജറ്റിക്കായി, മെയിനായിട്ട് ഫ്ലെക്സിബിലിറ്റി വന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾ ഹാപ്പിയാണ് ഇവിടെ വരുന്നതിന്. ഞാൻ എൻഡ്യൂറൻസിൽ വന്നിട്ട് 3 മാസമായി. എനിക്കും ഈ പറഞ്ഞോണം ഡയബറ്റിക്കിൻ്റെ ഒരു ആരംഭമായിരുന്നു. അപ്പോൾ എക്സസൈസിൻ്റെ നല്ലൊരു കുറവ് അത് തന്നെയാണ്. ഇവിടെ വന്ന് നല്ലൊരു ട്രെയിനിങ്, നല്ല കോച്ച്, അത് കഴിഞ്ഞ് ഒരു 5:30 to 7 വരെയാണ് ക്ലാസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ക്രോസ്ഫിറ്റ് ട്രെയിനിങ് ഉണ്ട്. അത് നന്നായി ചെയ്തിട്ട് ഒരു 3 മാസം നല്ല ഫ്ലെക്സിബിലിറ്റി വന്നു. പിന്നെ ഡയറ്റിൽ നല്ലൊരു കൺട്രോള്, പിന്നെ ഡയബറ്റിക് നോർമലായി.
അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എൻഡ്യൂറൻസ്. എൻ്റെ പേര് ശ്രീകുമാർ. ഞാൻ എൻട്രൻസിനെ കുറിച്ച് അറിയുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ത്രൂ ആണ്. അതിനുശേഷം ഞാൻ ദീപുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ദീപു പറഞ്ഞു ജസ്റ്റ് 2 days ട്രയൽ ചെയ്തിട്ട് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എനിക്ക് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഒരു മോർണിംഗ് ഒരു 8 to evening 11 വരെയൊക്കെ ഇരിക്കേണ്ടി വരാറുണ്ട് കണ്ടിന്യൂസ്. അപ്പോൾ ബാക്ക് പെയിൻ കാരണം ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തു. അതിന് ശേഷം പിന്നെ സ്റ്റാമിന ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി, വെയിറ്റ് ലോസ് ഉണ്ടായി. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മുന്നേ സ്റ്റെപ്പ് ഒന്ന് കയറുമ്പോഴതിനെ കിതയ്ക്കാറുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂസ് 1 hour 1.5 hour വർക്കൗട്ട് ചെയ്താൽ നമുക്കങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ബാക്ക് പെയിൻ തീരെയില്ല. നമ്മൾ ഫുൾ ഡേ എനർജറ്റിക് ആയിട്ടിരിക്കും. പിന്നെ ഇതെൻ്റെ വൈഫ് വെയിറ്റ് ഇല്ലെങ്കിലും തീരെ എനർജി ഉണ്ടായിരുന്നില്ല. സ്റ്റെപ്പ് കയറുമ്പോഴേക്കും കിതയ്ക്കുക. ഇപ്പോൾ ആളും നല്ല സ്റ്റാമിനയൊക്കെയാണ്. ബാക്ക് ടു നോർമൽ. പിന്നെ അത് മോൻ, അവൻ മെയിൻ കളിക്കാനായിട്ട് വരുന്നതാണ്. ഇവരുടെ കൂടെ കുറേ പേരാകുമ്പോൾ, ഇപ്പോൾ കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് കുറേ പേരാകുമ്പോൾ ആൾ ഫുൾ ടൈം എനർജിയിൽ ഇങ്ങനെ നിൽക്കും ഇവരുടെ കൂടെ ആകുമ്പോൾ. എൻ്റെ പേര് പ്രജിത്ത് എന്നാണ്. ഞാനിവിടെ എൻഡ്യൂറൻസിൽ ജോയിൻ ചെയ്തിട്ടൊരു 1.5 കൊല്ലത്തിന് മുകളിലായി, 2 കൊല്ലത്തിൽ ഓൾമോസ്റ്റ് ആയി. ഇപ്പോൾ കറൻ്റ് ഞാനിപ്പോൾ ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 2 കൊല്ലം മുന്നേ ഓൾമോസ്റ്റ് കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ ദീപേട്ടനായിട്ട് കണ്ടുമുട്ടുന്നതും. പിന്നെ എനിക്ക് ഓൾറെഡി ഞാൻ തൈറോയ്ഡ് പേഷ്യൻ്റ് ആണ്. അപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളുള്ള കാരണം ഓവർ വെയിറ്റ് ഒക്കെ ആയിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് 86, 85 മുകളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ആളുടെ കൂടെ കൂടി ഞാൻ മുന്നേ ഫുട്ബോളറൊക്കെ ആയിരുന്നു. അതിൽ നിന്നും പിന്നെ നിർത്തി. ഞാൻ പിന്നെ എൻ്റെ സ്റ്റഡീസിനും കാര്യങ്ങൾക്കും പോയപ്പോൾ പിന്നെ ഞാൻ അതായിട്ടുള്ള ടച്ചൊക്കെ വിട്ടു. അപ്പോൾ ബോഡിയും പിന്നെ അതുപോലെ ഹെൽത്ത് എല്ലാം ഔട്ട് ഓഫ് കൺട്രോളൊക്കെ ആയിരുന്നു. സോ പിന്നീട് ആളായിട്ട് കണ്ടുമുട്ടി, ആളായിട്ട് ട്രെയിൻ ചെയ്തു. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 6 months ഞാൻ ഓൾമോസ്റ്റ് ഒരു 70 താഴേക്ക് ഓൾമോസ്റ്റ് എത്തി ഞാൻ. പിന്നെ അവിടെ നിന്ന് പിന്നെ വീണ്ടും എനിക്ക് ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ഒരു സ്പോർട്സ്മാൻ, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളോട് കൂടുതൽ താല്പര്യമാണ്. പിന്നെ ആളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ആൾ ഇതിനൊരു സർവീസ് പോലെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ആളുടെ കൂടെ നിന്നാൽ കൊള്ളാമെന്നുള്ളൊരു താല്പര്യമൊക്കെ തോന്നി. അങ്ങനെ പിന്നെ ആളുടെ കീഴിൽ നിന്ന് വർക്ക് ചെയ്ത് ആളുടെ കീഴിൽ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് പിന്നീട് പിന്നെ ഞാൻ കോഴ്സ് കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പഠിച്ച് കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോൾ ഞാൻ കറൻ്റ് ഇപ്പോൾ ട്രെയിനായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുത്തെ സെക്ഷൻ കഴിഞ്ഞല്ലേ? ഇവിടുത്തെ സെഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇനി ഈവനിങ് 6 മണിക്ക്. അതെവിടെ സ്ഥലം? അത് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് സീനൻ ബോയ്സ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റ്. അവിടെ ഞങ്ങൾക്ക് അവിടെ മെയിനായിട്ട് ഓൺലൈൻ സെഷനും കൂടിയാണ്. അത് ശരി. അത് ഞങ്ങളുടെ പണ്ടത്തെ സ്ഥാപനമാണ്. അപ്പോൾ അവിടെ ഇനി അടുത്ത ഞങ്ങളുടെ യുദ്ധം അവിടെയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ അവിടെ പോയിട്ട് കാണാം. ഓൺലൈനിലെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, അവിടെ കാണാം. Very good. 3, close. 4, yes. 5, super. 6, come on, go. Super. 18, very good. 19, that's great. 20, last 5. Down, breathe out like this. Out, 1, 2, 7. Very good. 8, come on. 9, easy. 10, easy down. 5. അപ്പോൾ ചേർപ്പിലെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ദീപക്കേട്ടൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. അതിൻ്റെ ഇടയിൽ ഓൺലൈൻ ക്ലാസ് വേറെ നടക്കുന്നുണ്ട്. അപ്പോൾ ദീപക്കേട്ടൻ എനിക്കൊരു കാര്യം ചോദിക്കണ്ടേ, അതായത് ഞാനിപ്പോൾ ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വെച്ചാൽ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് ചെയ്ത് വെച്ചാൽ എന്തൊക്കെ പ്രതീക്ഷകളും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യും?
ഒന്ന് ഒബ്വിയസ്ലി എക്സസൈസ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ ഇൻടേക്ക് പക്ക വേണം, ഫുഡ് ഹാബിറ്റ് കറക്റ്റ് ആകണം, ഉറക്കത്തിൻ്റെ ടൈം ശരിയാക്കാനുണ്ട്. സോ ഇതൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളിപ്പോൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് കിട്ടാവുന്ന ടൈപ്പ് ഫുഡുകൾ, നമ്മൾ കേരളത്തിൽക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡുകളൊക്കെ തന്നെ നമുക്ക് അതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മാറ്റം വരുത്തി നമുക്ക് എങ്ങനെ ഗുണകരമായിട്ട് മാറ്റാനുള്ള രീതിയിലാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഡിസൈനിങ് ഞങ്ങൾ അവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെയാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തത്, ഇതാണ് അതിൻ്റെ കാര്യം. അങ്ങനെ ഞങ്ങളുടെ ഒരു കൺസെപ്റ്റിൻ്റെ ഒരു നല്ലൊരു ലക്ഷ്യം കൂടി പറയാം. ലൈക്ക് ഒരു വീട്ടിലൊരു ഡയറ്റീഷ്യൻ. സോ ഒരു വീട്ടിലൊരു ഡയറ്റീഷ്യൻ എന്നുള്ള ഒരു സ്വപ്നമാണ് ഞങ്ങൾ ഇതിലൂടെ എത്തിക്കാൻ നോക്കുന്നത് ജനങ്ങളിലേക്ക്. സോ അങ്ങനെ വരുമ്പോൾ ആ വീട്ടിലുള്ള ആളുകൾ എപ്പോഴും അടുത്ത ആളിലേക്ക്, അത് അവരെ കുടുംബത്തിലേക്കോ അടുത്ത ആളുകളിലേക്കോ ഇത് എത്തിക്കാൻ ശ്രമിക്കും. അപ്പം നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇന്ന് ഒരു ചേട്ടൻ പരിചയപ്പെട്ട ആ ചേട്ടൻ കുറച്ച് കാലമായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ആ ചേട്ടന് ഇവിടെ വന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. ചേട്ടൻ വരുന്ന ഹായ്, ഞാൻ രവി. ചേട്ടന് ഇവിടെ വന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു? ഞാനിവിടെ വന്നിട്ട് എനിക്ക് ആക്ച്വലി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 90 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു ഞാൻ. പിന്നെ ഇവിടെ വന്ന് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 മാസം കൊണ്ട് ഒരു ബൾക്കി ബോഡി ഒന്ന് ഒതുങ്ങി. പിന്നെ എന്താ പറയുക, ഞാൻ മറ്റ് പലയിടത്തും വർക്കൗട്ടിന് പോയിട്ടുണ്ട്. അവിടുത്തെ ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു സ്റ്റൈലും ഇവിടുത്തെ ഒരു സ്റ്റൈലും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ഫീൽ ചെയ്തു. നല്ലൊരു ഡയറ്റിങ്, പിന്നെ എന്താ പറയുക, നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, വർക്കൗട്ടൊക്കെ നല്ല അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ ഡയറ്റിങ് ഇവർ പറയുന്നത് പോലെ ഫോളോ ചെയ്ത് കറക്റ്റ് ചെയ്ത് വർക്കൗട്ടും കൂടെ മുന്നോട്ട് കൊണ്ടുപോയാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ പെട്ടെന്ന് കുറയ്ക്കണം എന്നുള്ളൊരു തോന്നൽ വരാൻ കാരണം ധന്യയുടെയൊക്കെ ഒരു മോട്ടിവേഷൻ, സപ്പോർട്ടിങ്, ആ ഒരു സപ്പോർട്ടിങ്ങോടുകൂടി അവരാണ് എന്നെ അതിലേക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ളൊരു ഇത് കൊണ്ടുവരാൻ വന്നത്. അങ്ങനെ ഒരു 2 മാസം കൊണ്ട് ഞാനൊരു 15 കിലോ കുറച്ചു. പിന്നെ എന്താ പറയുക, ഇപ്പോൾ പണിയെടുക്കാനും ഇതിനൊക്കെ ഭയങ്കര സുഖമാണ് നമുക്ക്. പിന്നെ ഇവിടുത്തെ ഒരു വർക്കൗട്ടിൻ്റെ ഒരു ശൈലി വേറെ എവിടെയും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പലയിടത്തും പോയിട്ടുണ്ട്, വർക്കൗട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡെയിലി ഇല്ല, ഞാൻ നോക്കിയിട്ട് ആഴ്ചയിൽ 3 ക്ലാസ് അങ്ങനെയൊക്കെയുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡെയിലി ഉണ്ട്. പിന്നെ നമുക്ക് മടുപ്പ് തോന്നില്ല, നല്ലൊരു എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും ഈ വർക്കൗട്ട്. വലിയ ഭാരത്ത് ചെയ്യണ പരിപാടി അതൊന്നുമില്ല. ഫ്രീ ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്തിട്ട്, അതാണ് എല്ലാവരും ഒരു കുടുംബം പോലെ എല്ലാവർക്കും പറ്റാവുന്ന ഒരു വർക്കൗട്ടാണിത്. പലർക്കും ഒരു എന്താ പറയുക ഡൗട്ട് ഉണ്ട്, ഇവിടെ ഭയങ്കര ഫാസ്റ്റാണ് ചെയ്യിക്കുന്ന വർക്കൗട്ടൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരാഴ്ച ആ ഒരു ഇതുമായിട്ട് അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഭയങ്കര എനർജി ആയിരിക്കും, നമുക്ക് എന്തിനും ഏതിനും ഭയങ്കര എനർജി ആയിരിക്കും നമുക്ക്. എനിക്ക് പറയാനുള്ളത്, ആരും മാറി നിൽക്കാണ്ട് ഇതിലേക്ക് കയറി വരിക, ഇങ്ങോട്ട് കയറി വരിക. ദീപുവിൻ്റെ മുമ്പിൽ എത്തിക്കിട്ടിയാൽ മതി, പിന്നെ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ ബോഡി. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം വെച്ചാൽ നമ്മുടെ ദീപേട്ടൻ ഓൺലൈൻ ക്ലാസ്സുകൾ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ അതിൽ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്ത് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ, വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു. അതുവരെയ്ക്കും എല്ലാവർക്കും വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.